പുതുവർഷത്തിൻ്റെ ആലോചനകൾ, ന്യൂ ഇയേഴ്സ് ഡിറക്ഷൻ പാർട്ട് 2. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 1-1-3 വരെയുള്ള വാക്യങ്ങളാണ്. 2 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നീതിമാൻ, അവൻ്റെ വഴികൾ ഭാഗ്യമുള്ളതാണ്. എന്നാൽ ദുഷ്ടൻ, അവൻ്റെ വഴികൾ നാശകരമാണ്. ഒട്ടും സംശയിക്കേണ്ടാത്ത ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് 1-ാം സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. 1-ാം സങ്കീർത്തനം പഠിച്ചു കഴിഞ്ഞ് വെച്ചാൽ അത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴി അടയ്ക്കേണ്ടതും തുറക്കേണ്ടതും നമ്മുടെ ദൈവത്തിൻ്റെ ചോയ്സ് നമുക്ക് തന്നിരിക്കുന്നത്. സങ്കീർത്തനം 1-3 വരെയുള്ളതിനകത്ത് നിൽക്കാൻ നമ്മളെ പഠിപ്പിക്കണം. കർത്താവേ, അവിടുന്ന് മാറിപ്പോകാൻ ഞങ്ങളെ അനുവദിക്കല്ലേ, മറ്റു വഴികൾ അടച്ചു തരണമേ. നമ്മൾ മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ അറിയത്തില്ല, പല മനുഷ്യരും, നല്ല മനുഷ്യർ തന്നെ ചതിവിൽപ്പെട്ടു പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാവലും കോട്ടയും നമ്മുടെ കൂടെ മാറുന്നതുകൊണ്ടാണ്. ഡിപ്പെൻഡബിലിറ്റി, ദൈവത്തെ നമ്മുടെ ജീവിതം സറണ്ടർ ചെയ്യണം. ഈ മാലാഖയിൽ 3-17 വാക്യത്തിൽ ഒരു പറഞ്ഞു, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരപ്പനെ അമ്മയെ ശുശ്രൂഷിക്കുന്ന മക്കൾ, അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയല്ല. ചിലർക്ക് ഇന്നേറ്റായിട്ട് ആ നേച്ചർ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുടുംബപരമായിട്ട് ഭവനങ്ങളിൽ ചെയ്ത് കാണിച്ച് ശീലമുള്ളവർക്കുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. പ്രായമുള്ളവർ, എനിക്കറിയാവുന്ന ഒരു ഫാമിലി, അവരുടെ അമ്മയെ അവർ അമേരിക്കയിൽ കൊണ്ടുപോയി, ഇവിടുന്ന് അമേരിക്കയിൽ കൊണ്ടുപോയി അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊന്നും എളുപ്പമല്ല, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പ്രായമുള്ള ഒരാളെ ഇവിടുന്ന് കൊണ്ടുപോയി, അവരുടെ ജീവിത രീതി ശരിയല്ല, അവരുടെ കൾച്ചർ വ്യത്യാസം, അവരുടെ ടൈമിങ് വ്യത്യാസം, പുറത്തിറങ്ങാനൊക്കത്തില്ല. അവിടെ കൊണ്ടുപോയിട്ട് അവർ വളർത്തുമ്പം മക്കൾക്ക് പിടിക്കണമെന്നില്ല. കൊച്ചുമക്കൾക്ക് അത് കാണുമ്പോൾ പ്രയാസം തോന്നിക്കും. പക്ഷേ ആദ്യ പ്രയാസം എന്ന് പറഞ്ഞൊരു കുറച്ച് കഴിയുമ്പോൾ ഈ അപ്പൻ്റെ അമ്മയുടെയും അതായത് അവരുടെ അപ്പനും അമ്മയും വല്യപ്പനെ വല്യമ്മച്ചിയെ നോക്കുന്ന കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സ്വഭാവം രൂപാന്തരപ്പെടും. എങ്ങനെയാണ് പ്രായമുള്ളവരെ നോക്കുന്നത്, ആ നോക്കുന്നതിനെക്കുറിച്ചാണ് അവിടെയാണ് ദൈവം പറയുന്നത്. ഒരാൾ ആദരിക്കുകയാണ്. ദൈവത്തിൽ നിന്നാണ് പ്രതിഫലം, മനുഷ്യരെ നല്ല കേട്ടല്ലോ. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ദൈവം ആദരിക്കുമ്പോൾ അത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ നന്മ ചെയ്താൽ നമ്മളെ സ്വന്തം അപ്പനും അമ്മയും പോലും അത് ചെയ്യുമെങ്കിൽ എത്രയധികം ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം മാനിക്കും എന്നുള്ളതിന് സംശയമില്ല. മത്തായിയുടെ സുവിശേഷം 7-13-14 വരെ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളത്, വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരാകുന്നു. ഇടുക്കുവാതിലുകൾ, ദൈവത്തിൻ്റെ വഴി നാരോ എന്ന് പറയും. ഈ നാരോ എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇമ്മിഷ്ടം പിടിച്ച പ്രയാസം അല്ല. പല വിശാലമായ വഴിയിൽ ദൈവത്തിൻ്റെ വഴി അത് കുറച്ച് പേർക്ക് മാത്രം കയറി ചെല്ലാൻ മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വഴിയാണ്. മറ്റേത് വെള്ളത്തിനകത്ത് പോകുന്ന പോലെ അങ്ങ് പോക്കാണ്. അപ്പോൾ നാരോ ആൻഡ് ബ്രോഡ് എന്ന് പറയുന്നത് മഹാസമുദ്രത്തിൽ കിടക്കുന്ന മീനുകൾ അത് തോന്നിയ പോലെ ജീവിക്കും. പക്ഷെ തിരഞ്ഞെടുത്ത് മാറ്റിവെച്ച് നല്ല വെള്ളത്തിൽ വളർത്തുന്ന മീൻ, അത് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും നമ്മൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ പോകുന്ന വഴി തിരഞ്ഞെടുത്ത വഴിയായിരിക്കണം, ദൈവത്താൽ തിരഞ്ഞെടുത്ത. അത് എല്ലാവരും പോകുന്ന ബ്രോഡായിട്ടുള്ള വഴിയല്ല, അത് നാശത്തിലേക്ക് തന്നെ. അതുകൊണ്ട് ഇടുക്കെന്ന് പറയുമ്പം ഭാരമായിട്ട് ചിന്തിക്കല്ലേ, അത് അനുഗ്രഹവും സന്തോഷവും നിലനിൽക്കുന്നതും വിശുദ്ധവുമാണ്. ഇടുക്കുവാതിലൂടെ കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്ന അനേകരാണ്. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം മാത്രമേ. അപ്പോൾ ഈ ഭാരമെന്ന് തോന്നിക്കുന്നെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്ന് കഴിയുമ്പോൾ അതിലൊരു സന്തോഷം നമുക്ക് ദൈവം തരും. അല്ലെങ്കിൽ ആരും ദൈവത്തിന് നിൽക്കത്തില്ലല്ലോ. ഈ കഷ്ടം സഹിക്കുന്നവർ നമ്മൾ പെർസിക്യൂഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ വളർച്ച. കാരണം എന്താ? അതായത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒത്തിരി അടുക്കൽ അങ്ങോട്ട് തോന്നും. അപ്പോൾ ഒരാളുടെ തലയിൽ തോക്ക് പിടിച്ചേച്ച് യേശുവിനെ നിരസിക്കാൻ പറഞ്ഞാലും അവർ പറയില്ല, മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, കാരണം എൻ്റെ തലയ്ക്ക് തോക്ക് വെച്ച് അവർ കൊട്ടി വെച്ച് വന്നാലും ഞാൻ നിത്യമായ ജീവൻ്റെ ഉറവിടമുള്ളവനാണ്. അത് അവൻ ജീവനിൽ ആശ്രയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മേലെ, അതുകൊണ്ടാണ് മരണത്തിന്
മരണത്തിനോ ശാപത്തിനോ ആഴത്തിനോ വീതിക്കോ നീളത്തിനോ വ്യാപ്തിക്കോ ഒന്നിനും നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാനൊക്കത്തില്ല. ഈ പെർസിക്യൂഷൻ ടൈമിൽ, അതായത് കഷ്ടങ്ങളുടെ സമയത്ത് കർത്താവിൽ പലപ്പോഴും ആത്മാവുള്ളവർ ഞാൻ കണ്ടിരിക്കുന്നത് ഇച്ചിരി കൂടെ ഉറയ്ക്കും. എന്നാൽ യഥാർത്ഥ ആത്മാവില്ലാത്തവർ, പരിശുദ്ധാത്മാവില്ലാത്തവർ അന്നേരം കള്ളി പുറത്ത് വരും. അങ്ങനെയുള്ളൊരു ദൈവത്തിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്യുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഉത്തരം എനിക്ക് പറയാനുള്ളൂ. രക്ഷിക്കപ്പെട്ടു യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടിട്ടാണെങ്കിൽ പാപം ചെയ്യാനൊക്കത്തില്ല. പിന്നെ ചുമ്മാതെ ഒരു ഇമോഷണൽ ഒരു കാര്യം നേടാൻ വേണ്ടിയുള്ള ഒരു ഏറ്റുപറച്ചിലും മാനസാന്തരമൊക്കെ കാണിക്കുന്നത് അത് യേശുവിന് വേണ്ടി അത് അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചാപം, അതായത് ദൈവം പറയുന്നത് കതിരും പതിരും കൂടെ ഒരു വേർതിരിവുണ്ട് ദൈവസന്നിധിയിൽ. അത് ദൈവത്തിനറിയാം. സങ്കീർത്തനം 16:11 പറയുന്നത് ഇങ്ങനെയാണ്: ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചിട്ട് നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ്ണയും നിൻ്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. സന്തോഷവും പ്രമോദങ്ങളും ദൈവസന്നിധിയിലുണ്ടെന്നേ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവർക്ക് കണ്ടിട്ടുണ്ട്, വലിയ പണമുള്ളവരല്ല, ബട്ട് ദേ ആർ വെരി ഹാപ്പി. ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്നുള്ളൊരു വയലിൽ ജോലി ചെയ്യുന്നവർ, ഇപ്പോഴത്തെ ആളല്ല, പണ്ട് അവർ ഭാര്യയും ഭർത്താവും വയലിൽ ജോലി ചെയ്യും. അവർക്കൊരു ചെറിയ കുടിൽ കാണും. അവർ വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ചിട്ട് ദേ ആർ വെരി ഹാപ്പി. ലിറ്റിൽ തിങ്സ്, ദേ ആർ നോട്ട് അഫ്രെയ്ഡ് ഓഫ് എനിത്തിങ്. ഇന്ന് പണക്കാർ വാതിലടയ്ക്കും, ജനലടയ്ക്കും, പിന്നെ CCTV വെക്കും, പിന്നെ പട്ടിയെ വെക്കും, പിന്നെ സെക്യൂരിറ്റി വെക്കും. ഇതെല്ലാം വെച്ചാലും അവർക്ക് ധൈര്യയിൽ ഉറങ്ങാൻ. എന്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവുള്ളവർക്ക് എവിടെ കിടന്നുറങ്ങാനുള്ള ധൈര്യം ദൈവം തമ്പുരാൻ തരുന്നത്? ബിക്കോസ് വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാ. അവൻ ദൂതന്മാർ എത്രയോ പേര് ഈ മിഷനറി വർക്കിനൊക്കെ പോയിട്ട് കണ്ടിട്ടില്ലേ? ശത്രുക്കൾ ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, ദൈവദൂതന്മാർ അവർക്ക് ചുറ്റും കാവൽ നിൽക്കുന്നതായിട്ട് നമ്മൾ പലരും അവരുടെ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പരിശുദ്ധാത്മ എന്ന് ചിലർക്ക് ആപത്ത് വരുന്നുണ്ട്. ഞാൻ നോട്ട് അഫ്രെയ്ഡ്, ബിക്കോസ് പൗലോസ് പറയുന്നത് പോലെ എനിക്ക് മരിക്കുന്നത് ലാഭമാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അപ്പം ആത്മാവിൻ്റെ സന്തോഷത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ജഡത്തിൻ്റെ സന്തോഷമായിട്ട് യാതൊരു കമ്പാരിസണുമില്ല. വി നീഡ് ടു ബി അപ്രോച്ചിങ് ഗോഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവമേ, നിൻ്റെ ആത്മാവ് ഞങ്ങളെ നയിക്കണം. അതാണ് നമ്മളോട് അയക്കുന്നത്. അപ്പം ഹീ ഡിലൈറ്റ്സ് ഇൻ ദ ലോ ഓഫ് ദ ലോ. എന്താണ്? ദൈവവചനം അവൻ്റെ ഭക്ഷണമാകുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ റൂട്ട് എവിടെയാണെന്നനുസരിച്ച്, എവിടെയാണ് നിൻ്റെ വേരുറച്ചിരിക്കുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ ശക്തി, അതിൻ്റെ ഫലപ്രദമായ പ്രൊഡക്ഷൻ അതിന് വേരിനെ ആശ്രയിച്ചിരിക്കും. വേര് അഴുകുന്നെങ്കിൽ ഒരൊറ്റ കായ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ വേര് സ്ട്രോങ് ആണ്. ദ റൂട്ട് എന്ന് പറയുന്നത് ഇപ്പം ദാവീദിൻ്റെ വേരിൽ നിന്ന്, ദാവീദിൻ്റെ റൂട്ടെന്ന് പറയുമ്പം ആ ഒറിജിനിലേക്ക് പോവാണ്. ദൈവത്തിൻ്റെ വേരിലാണ് നമ്മളെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്കൊന്നും പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനില്ല. ഭയമെന്നൊരു ക്വസ്റ്റ്യൻ പലരും എനിക്ക് ഭയമാണെന്ന് പലരും പറയുമ്പം ഞാൻ പലപ്പോഴും, എനിക്ക് ബേസിക്കലി ഭയമുള്ള വ്യക്തിയല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഭയം ഉണ്ടായിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. എപ്പോഴാണ്? ദൈവത്തിൽ നിന്ന് അകന്ന് നിന്നപ്പോഴാണ്. അത് ഈ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പം ഒരിക്കലും ഭയം വരേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തത. ഞങ്ങൾ കൊട്ടാരക്കര വീട് വാങ്ങിച്ചപ്പം കർത്താവിനോട് പറഞ്ഞു, ഈ വീട് രാത്രിയും പകലും തുറന്നിട്ടേക്കണം വെച്ചാൽ ഗേറ്റ് അടയ്ക്കൊന്നും വേണ്ട. നമ്മൾ ഈ കൊട്ടാരക്കര നമ്മൾ ചെന്ന് താമസിക്കുമ്പം നമുക്ക് അവിടെ ചുറ്റുപാട് ഒറ്റ മനുഷ്യരെ അറിയത്തില്ല. ബട്ട് ഏകദേശം 7-8 വർഷം നമ്മളവിടെ സന്തോഷമായിട്ട് ജീവിച്ചു. വി ഹാവ് നെവർ ഫെൽറ്റ് എന്തെങ്കിലും പ്രശ്നമായിട്ട്. കാരണം ദൈവം ആരെല്ലാം അവിടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കയറി വരാവുന്ന പോലെ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടിരുന്നു. അതുപോലെ അവിടെയുള്ള എല്ലാ വിശ്വാസികളുടെയും ഭവനങ്ങളും ഞാൻ തന്നെ പോയിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് നമ്മൾ അനുഗ്രഹിച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞാൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭവനങ്ങളെല്ലാം, ഒട്ടുമുക്കാലും ഭവനങ്ങളും അനുഗ്രഹമായിട്ട് നിൽക്കുന്നു. അവിടുത്തെ റോഡുകളെല്ലാം വിശാലമായി. പഴയ കൊട്ടാരക്കരയിൽ താമസം മൈലെന്ന് പറഞ്ഞ സ്ഥലത്താണ്, മനോഹരമായി. നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെ ഒരു വ്യത്യാസം വരും. അത് ഇപ്പം നമ്മൾ തിരുവല്ലയിലാണ് നിൽക്കുന്നത്. എനിക്കറിയാം ദേശത്തിന് വ്യത്യാസം വരുമെന്ന്. കാരണം കർത്താവാണ് നമ്മളെ കൊണ്ട്, ഒരാത്മാവുള്ള ഒരു വ്യക്തി നിന്നാൽ ദേശത്തിന്, ആ സ്ഥലത്തിന് വ്യത്യാസം വരാതിരിക്കാനൊക്കത്തില്ല. ബിക്കോസ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കാനൊക്കത്തില്ല. പിന്നെ ഒത്തിരി പ്രയാസം നമുക്ക് തോന്നുമ്പോൾ ദൈവം നമ്മളെ വേറെ സ്ഥലത്തോട്ട് മാറ്റിക്കുക. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ ആർക്കും തോൽപ്പിക്കാമെന്ന് വിചാരിക്കല്ലേ. ആരാണ് ഈ ദൈവം? അവനിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ നമുക്കുണ്ടായാൽ, അത് പലപ്പോഴും പല ശോധനകളും പ്രയാസവും കഴിഞ്ഞിട്ടാണ് നമ്മൾ യേശുവിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഉറച്ചു നിൽക്കാനുള്ള ബലം. തീയിൽ കൂടെ പോയവനെ യേശുവിൻ്റെ മഹത്വം വിളിച്ച് പറയാനൊക്കത്തുള്ളൂ.
അങ്ങനെ എളുപ്പമൊന്നുമല്ല. പക്ഷെ കർത്താവിൻ്റെ ആ ബലം നമ്മൾ ആത്മാവിൽ നേടിക്കഴിയുന്നവർക്ക് വേറൊരു ചൈതന്യമുണ്ട്. പിന്നെ നമ്മുടെ ഇലകൾ വാടാത്തതായിരിക്കും. വാട്ട് ഈസ് ഇല വാടാത്തതെന്ന് പറയും? ഇല വാടാത്ത മനുഷ്യൻ ലീഫ് ആക്ച്വലി ഈസ് എ ടെസ്റ്റിമണി. അത് ഓരോ വൃക്ഷത്തിൻ്റെ ഇല അതിൻ്റെ പുഷ്ടിയെ കാണിക്കുകയാണ്. ആം ഐ ഹാവിങ് ദ ലീഫ് വിച്ച് ഈസ് ഷോയിങ് ദി അബൻഡൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. അതായത് പുഷ്ടിയുള്ള ഇലയാണോ? ചില ഇല കണ്ട് നമുക്ക് മുരടിച്ചപ്പോൾ ചെടി നടുന്നവർക്കറിയാം. രാവിലെ ഈ വെയിൽ ഉള്ള സമയത്ത് നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല, വൈകിട്ടാകുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം വെതറി നിൽക്കുന്നതാണ്. നമ്മൾ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വിതിൻ 5 minutes 2 minutes അതിൻ്റെ ഇല തിരിച്ചു വരും. ഇറ്റ്സ് എ മിറക്കിൾ. എങ്ങനെയാണ് അതിങ്ങനെ വീണ്ടും ജീവൻ വെച്ച് ഇങ്ങനെ തിരിച്ചു വരുന്നതിന്? പലപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ആളുകൾ നമ്മുടെ ജോലിക്കാരൻ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തന്നെ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഞാൻ 2 minute കഴിയുമ്പോൾ തിരിച്ചു ചെന്ന് നോക്കും. ആ 2 minute-നകം ആ വാടി നിൽക്കുന്ന ചെടിയുടെ ഇല മുന്നോട്ട് ജീവൻ വെച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഇത് ഹാപ്പിനെസ്. ഈ ജീവനുള്ള ദൈവം എന്ത് ശക്തമായിട്ട് ഈ ചെടികളിലും ഈ മണലിലും നമുക്ക് ചുറ്റുപാടും നമ്മളിൽ നമ്മുടെ മക്കളിൽ പ്രവർത്തിക്കാതെ ഇരിക്കുമോ? വിശ്വസിക്കുക. അവൻ പറയുന്ന നമ്മൾ ഓരോരുത്തരും ഇലവാടാത്ത വൃക്ഷം പോലെ. ഇലവാടാത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നതൊക്കെ പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. ഇത് പണമൊന്നും അല്ല ഞാനീ പറയുന്നത്, ജീവൻ്റെ ആത്മാവ്. ഇലവാടാത്തതായ വൃക്ഷം പോലെ ചെയ്യുന്നതെല്ലാം സാധ്യമൊക്കെ. ആ ലെവൽ ഞാനായിട്ടില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഒട്ടുമുക്കാലും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പല കാര്യങ്ങൾ ചെയ്യാൻ ദൈവനെ ആത്മാവിൽ ബലപ്പെടുത്തുന്നു. ബട്ട് ദ സ്ട്രെങ്ത് ഗോസ് ഹയർ ടു ഹയർ. അതായത് നമ്മളെ ദൈവം കൂടുതൽ ശക്തിപ്പെടുത്തും. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം സഫലമാകുമെന്ന് ദൈവം പറയുന്നെങ്കിൽ നമ്മളത് ക്ലെയിം ചെയ്യാൻ തുടങ്ങണം. കർത്താവേ, നിനക്ക് ഇതുമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് നിൽക്കാനിട്ടയാക്കല്ല. ബട്ട് ഇഫ് ഐ ആം സ്റ്റേയിങ് സം പ്ലേസ്, എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അവിടെ നിൻ്റെ റിസൾട്ട് ഉണ്ട്. അത് പ്രൊക്ലെയിം ചെയ്യാൻ ഈ സമയങ്ങളിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മളൊരു വളർച്ചയാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആത്മാവിൻ്റെ മക്കളായിട്ട് വളരണം. സങ്കീർത്തനം 1-3 വരെയുള്ള വചനം നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തുന്നതാണ്. 4 തൊട്ട് പിന്നെ പറയുന്ന 6 വരെയുള്ള വാക്യം ദുഷ്ടനെക്കുറിച്ച് പറയും. നമുക്ക് 1 തൊട്ടുള്ള 1-3 യാക്കോബയുടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. ഇതൊക്കെയാണ് ഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച് നമ്മളിത് പറയുമ്പം കൊച്ചിലെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ അവർ പഠിക്കത്തില്ല. their values will change. അവൻ ആറ്റരികത്തണ്ടിരിക്കുന്ന കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ? മടിയനായിട്ട് ഇരിക്കാനല്ല. യു ഹാവ് ടു ഡു വാട്ട് ഈസ് യുവർ കോൾ. എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്? ആ വഴിയിലേക്ക് അവർ തിരിച്ചു വന്ന് ജീവവൃക്ഷങ്ങളാക്കി മാറ്റുന്ന ദിവസമാണെന്ന്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രസൻസ് ഇവിടെയുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഈ സങ്കീർത്തനം 1 തൊട്ട് 3 വരെയുള്ള പറയുന്ന വാക്യത്തിൽ ആര് ജീവിക്കുന്നുണ്ട് കർത്താവേ? നിന്നോട് തന്നെ ചോദിക്കുകയാണ്, ആരാണ്? ആർക്കിങ്ങനെ ജീവിക്കാൻ സാധിക്കും? അവനെ ഇലവാടാത്ത വൃക്ഷം പോലെ നിൻ്റെ വചനത്തിൽ മാത്രം ധ്യാനിച്ചുകൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം സഫലമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വൃക്ഷം പന്തലിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ തണലിൽ എത്രയോ പക്ഷികളെ, മൃഗങ്ങളെ, മനുഷ്യനെ കൂട് വെച്ച് ജീവിക്കുന്ന എത്രയോ മൃഗങ്ങൾ, എത്രയോ മനുഷ്യർക്കത് തണലാണ്. അങ്ങനെയുള്ള ആളുകൾ ജഡീക തലത്തിൽ നമുക്കറിയാം. ആത്മീയ തലത്തിൽ എത്ര പേരുണ്ട് കർത്താവേ? ഒരു മോശ എവിടെ? ഒരു അഹറോൻ എവിടെ? ഒരു ദാനിയേൽ എവിടെ? ഒരു ജോസഫ് എവിടെ? നമ്മുടെയൊക്കെ തലമുറകളിൽ നിന്ന് അത് പൊക്കിയെടുക്കാൻ നിനക്ക് കഴിയും കർത്താവേ. അതെ, നമ്മുടെ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവീൻ. ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. നാഥ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് മക്കളെ തൊടണം. എവിടെയാണ്? ആരേക മക്കൾ അവരുടെ മക്കളെക്കുറിച്ച്, ഭർത്താക്കന്മാരെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ട്, ഭാര്യമാരെക്കുറിച്ച്. അവിടെയെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ വചനം ചെന്നുകൊണ്ടിട്ട് ഒരാറ്റരികത്ത് നട്ടി തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആക്കിയെടുക്കാൻ നിനക്ക് സാധിക്കും. അവിടെ നിന്ന് അത് ചെയ്താട്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ അപ്പച്ചനത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനത മറന്ന് ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് പുതുസൃഷ്ടികളാക്കാൻ തക്കവണ്ണം ഇറങ്ങി വന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.